അടിപൊളി ക്യാമറ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ്, നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആൻഡ് എ സോളിഡ് ബാറ്ററി ബാക്കപ്പ്. ഇതെല്ലാം 35,000 റുപ്പീസിന് വേണമെങ്കിൽ യു നീഡ് ടു ടേക്ക് S23. പക്ഷേ ഇത്രയും നല്ല കാര്യങ്ങളുണ്ടായാലും there will always be some downsides. Let's find it. ആദ്യം പറയാൻ പോകുന്ന 3 പ്രശ്നങ്ങളും ഇതിൻ്റെ ക്യാമറകളോടാണ്. ഒന്നാമത്തത്, ഫ്രണ്ട് ക്യാമറയിൽ എപ്പോൾ ഫോട്ടോ എടുത്താലും ചെറിയൊരു ഷേക്ക് മതി ഹോൾ ഫോട്ടോ റൂവിനാവും. പലപ്പോഴും നമ്മൾ സെൽഫി എടുക്കുമ്പോൾ കൈ അകത്തി പിടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഷട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആവും. ആൻഡ് അതുപോലും എടുക്കുന്ന ഫോട്ടോനെ ബാധിക്കും. കാരണം എടുത്തു കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫോട്ടോ ബ്ലേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒട്ടും ഷാർപ്പായിരിക്കില്ല. അടുത്തത്, ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴുള്ള നോയ്സ്. വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞ് കുറച്ച് വെട്ടം കുറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ ഒട്ടും പോരാ. കാരണം വളരെ ഹെവി നോയ്സ് ആയിരിക്കും. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ്, ഈവൻ നല്ല വെട്ടം ഉണ്ടായാലും ഈ നോയ്സ് ഉണ്ടാവും. ഇത് മെയിൻലി വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കുമ്പോൾ റിവ്യൂവിൽ കാണാൻ സാധിക്കുമെങ്കിലും എടുത്തു കഴിയുമ്പോൾ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ മാറിക്കിട്ടും. പക്ഷേ ഫോട്ടോ വളരെ സ്മൂത്ത് ആയിരിക്കും. ഇനി എനിക്ക് ഏറ്റവും തലവേദനയായിട്ടൊരു പ്രശ്നത്തെ പറ്റി പറയാം. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത് എപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ എടുത്താലും ഒരു 40% ചാൻസ് ഉണ്ട് പോർട്രേറ്റ് എഫക്റ്റ് വരില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഫോട്ടോയിൽ ക്ലിയറായി പോർട്രേറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്, ബട്ട് എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ? ഇതിൽ മര്യാദയ്ക്ക് പോർട്രേറ്റ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോൺ കറക്റ്റ് ഡിസ്റ്റൻസിൽ പിടിച്ച് റെഡിയാണോ നോക്കണം. ആൻഡ് ഇതെല്ലാം നോക്കിയാലും ചില സമയത്ത് പോയി പണി നോക്കാൻ പറയും. ഇതൊരു ബഗ്ഗല്ല, കാരണം സാംസങ്ങിൽ ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. ബാക്കി എല്ലാ ഫോണിലും വെറുതെ പോർട്രേറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് എടുത്താൽ പോർട്രേറ്റ് ഫോട്ടോ ആയി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവസാനത്തെ 2 ഫോട്ടോ എടുക്കുമ്പോൾ കളേഴ്സിൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നമാണ്. ആദ്യം, ടെലഫോട്ടോയിൽ എപ്പോൾ ഫോട്ടോ എടുത്താലും വൈഡും അൾട്രാ വൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ സാച്ചുറേഷനും കോൺട്രാസ്റ്റും കുറവായിരിക്കും. ആൻഡ് ഓവറോൾ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഫോട്ടോയെ തരുള്ളൂ. പിന്നെ രണ്ടാമത്തത്, വൈഡിൽ 12MP 50MP 2 ഫോട്ടോസ് എടുത്ത് കമ്പയർ ചെയ്താൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ക്ലിയർലി മനസ്സിലാവും. എപ്പോൾ 50MP ഒരു ഫോട്ടോ എടുത്താലും സാധാ 12MP വാമും സാച്ചുറേറ്റഡുമായിരിക്കും. ചില സമയത്ത് ഇത് കാണാൻ നല്ലതാണ്, പക്ഷേ ഇവിടെ 12MP നോക്കിയാൽ വളരെ നാച്ചുറലായ ട്രൂ ടു ലൈഫ് കളേഴ്സ് കാണാം. കാര്യം സൂം ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും പ്രോസസ്സിങ് ആ ഫോട്ടോ തന്നെ റൂം ചെയ്യും. പിന്നെ ഇത്ര നേരം എടുത്ത വീഡിയോ സാംസങ് S23 ഫ്രണ്ട് ക്യാമറയിൽ 4K 30fps എടുത്തിരിക്കുന്നത്. ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. ചിലപ്പോൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നോയ്സ് ചിലപ്പോൾ കാണാൻ സാധിക്കും, പക്ഷേ ഇത്ര നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇത്ര നല്ല ക്വാളിറ്റിയും കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ആണ്. ലൈക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കണ്ടോ, എന്ത് അടിപൊളിയല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, വേറെ തൊഴുകിയിരിക്കുകയാണ്. സോ എഫേർട്ടൊക്കെ കാണാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, മനസ്സറിഞ്ഞ് ചെയ്യണം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ പ്രൈസിൽ നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളെങ്കിൽ പോലും ഇത്രയും ചെറിയ ഫോം ഫാക്ടറിൽ വരുമ്പോൾ മെയിനായിട്ടൊരു പ്രശ്നമുണ്ട്, ഹീറ്റിംഗ്. ഗെയിംസ് കളിക്കുമ്പോൾ വളരെ നന്നായിട്ട് ഹീറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് മൊബൈൽ ഡേറ്റയിലിട്ട് യൂസ് ചെയ്യുവാണെങ്കിലോ വാട്സപ്പിൽ വീഡിയോ കോളൊക്കെ ചെയ്യുവാണെങ്കിലോ ഫോൺ വളരെ നന്നായി ഹീറ്റ് ആവും. ഇൻഫാക്ട് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഓവർ ഹീറ്റായി കോള് കട്ടായി പോയിട്ടുണ്ട്. എന്നിട്ട് വാട്സപ്പ് മാത്രമല്ല വേറൊരു ആപ്ലിക്കേഷൻസും കുറച്ച് നേരത്തേക്ക് കൂളാവുന്നവരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആദ്യമായി അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ യൂസ് ചെയ്യാൻ എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയി. കാരണം 2 തവണ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തിട്ടും മര്യാദയ്ക്ക് വെക്കാതെ ഫോൺ അൺലോക്ക് ആവുന്നില്ല. ഒപ്റ്റിക്കലായിരുന്നെങ്കിൽ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ദിസ് റിയലി സക്സ്. ബാറ്ററിയുടെ ഭാഗത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ ലോ ആണ്. എനിക്ക് മാക്സിമം 5 മണിക്കൂറിൻ്റെ അടുത്താണ്. എൻ്റെ ആവറേജ് യൂസേജ് 7 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ 2 തവണ ചാർജ് ചെയ്യണം. പിന്നെ വെറും 25 വാട്ടിന് ചാർജിങ് സപ്പോർട്ടുള്ളൂ. ഈ പ്രൈസിന് കിട്ടുന്ന സ്മാർട്ട് ഫോൺസൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ചാർജ് ആവുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ പിടിക്കും ഫുൾ ചാർജ് ആവാൻ. സോ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഒരു 4 മണിക്കൂറാണെങ്കിൽ ഉറപ്പായും 1 ഡേ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. ആൻഡ് എനിക്ക് ഈ 5 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും മാത്രം യൂസ് ചെയ്തിട്ടാണ്. ഒരു ഗെയിമിങ്ങും ഉണ്ടായില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്, 3900 mAh ഉള്ള ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ ഇംപ്രസീവ് ആണ്. പക്ഷേ ഇത് ലൈറ്റ് യൂസേഴ്സിനുള്ള ഫോണാണ്. സോ അങ്ങനെയുള്ളവർ നോക്കുന്നതായിരിക്കും നല്ലത്. ഡിസ്പ്ലേയിലുള്ള ഈ പ്രശ്നം ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. സംഭവം മറന്നുമല്ല, ഈ കഴിഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്ത കുറച്ച് S23 പേർപ്പിൾ ലൈൻ വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട 2-3 വീഡിയോസിലുള്ളവർക്ക് വാറന്റി ഇല്ല. ആൻഡ് അതിലൊരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടിയ കാരണമായിരിക്കാം സാംസങ് അവസാനം പ്രതികരിച്ചു. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വാറന്റി ഇല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി പോയി കേസ് കൊടുക്കുക. കാരണം നിങ്ങൾ കാരണമല്ല ഈ പ്രശ്നം വരുന്നത്. ആൻഡ് സാംസങ്ങിന് എത്ര മെസ്സേജ് അയച്ചാലും ഒട്ടുമിക്ക സമയത്തും അവർ ഇഗ്നോർ ചെയ്ത് കളയും. സോ കുറേ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് എല്ലാവർക്കും ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കും. നൗ കമ്മിങ് ടു മൈ ടേക്ക്, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഇതിലൊരു പ്രശ്നം ഒഴിച്ച് ബാക്കിയെല്ലാം ഐ ഗോട്ട് യൂസ്ഡ് ടു ഇറ്റ്. ആൻഡ് ദാറ്റ് വൺ പ്രോബ്ലം ഈസ് ബാറ്ററി. എനിക്കിത് ഒരു ദിവസം കൊണ്ടുപോകാനുള്ള ബാറ്ററി ഇല്ല. കറക്റ്റ് 2 മണിയാകുമ്പോഴേക്കും ഫോൺ ഓഫ് ആവും. പിന്നീട് ഫുൾ ചാർജ് ചെയ്യാൻ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. സോ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിലും നോർമൽ യൂസർ ആണെങ്കിലും ഇത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ദിവസം കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്രേ ഉള്ളൂ. ക്യാച്ച് യു ഫ്ലൈ.